1960-ൽ സിർധാരിയയിലെയും അമുധാരിയയിലെയും വെള്ളം സോവിയറ്റ് സർക്കാർ പരുത്തി കൃഷിക്കായി മരുഭൂമിയിലേക്ക് തിരിച്ചുവിടാൻ തീരുമാനിച്ചു. 1940-ൽ തന്നെ ഇതിനു മുന്നോടിയായി കൂറ്റൻ അണക്കെട്ടിന്റെ പണി തുടങ്ങിയിരുന്നു. ജലം മരുഭൂമിയിലേക്ക് തിരിച്ചുവിടാൻ തുടങ്ങിയ ആദ്യ നാളുകളിൽ തന്നെ ആരാൽ മെലിയാൻ തുടങ്ങിയിരുന്നു. ആദ്യത്തെ 10 വർഷം കൊണ്ട് വർഷത്തിൽ 20 സെന്റിമീറ്റർ എന്ന തോതിൽ ചുരുങ്ങി തുടങ്ങി. തൊട്ടടുത്ത ദശകങ്ങളിൽ ഈ ചുരുങ്ങൽ വർഷത്തിൽ 3-4 ഇരട്ടിയായി. വർഷം 2000 ആയപ്പോഴേക്കും നദികളിൽ നിന്ന് കൃഷിക്ക് വെള്ളമെടുക്കുന്നത് 10 മടങ്ങാക്കി വർദ്ധിപ്പിച്ചു. വർഷം 2005-ൽ പണി പൂർത്തിയായി വടക്ക് ആരാലെന്നും തെക്ക് ആരാലെന്നും കുറുകെ മുറിച്ച് കൊക്കറാൽ അണക്കെട്ട് ഉയർന്നു വന്നു. 13 കിലോമീറ്റർ ആയിരുന്നു ഇതിന്റെ നീളം, 2 നില കെട്ടിടത്തിന് സമാനമായ ഉയരവും. ഇതോടെ അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തുന്ന ജലത്തിന്റെ ഉയരം 3 മീറ്ററിലേറെയായി ഉയർന്നു. ഈ നദികളിലെ വെള്ളം പിന്നീട് പരുത്തി കൃഷിയിടങ്ങൾക്കപ്പുറം കുതിച്ചൊഴുകിയില്ല. Histometer, Journey Through History.